ഇന്ന് അദ്ദേഹം പറഞ്ഞതെല്ലാം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ്. ഗവൺമെന്റ് പറയുന്നത് 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ്. 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ടും. അങ്ങനെയാണെങ്കിൽ തന്നെ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും. രാജ്യത്തെ GDP-യുടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ സംഭാവന എന്ന് പറയുന്നത്, നമ്മുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് 3.8%. അതിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. കമ്മതി കണക്ക് വേണ്ട, 30,000 കമ്മതി വേണ്ട, കൃത്യ വെബ്സൈറ്റിലുണ്ട്. ഇത് കൃത്യമായി എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആവറേജ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. 22,122.92 കോടി നിക്ഷേപമാണ്. അദ്ദേഹം തിരക്കിൽ ചെറുപ്പ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മറന്നു പോകുന്നതായിരിക്കും. നിക്ഷേപം നേരെ GDP-യിലേക്ക് വരില്ല. വാട്ട് ഇസ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഒരു 10 കോടി നിക്ഷേപം വന്നാൽ നേരെ 10 കോടി GDP പ്രതിഫലിക്കുമോ? അത് എവിടുത്തെ സാമ്പത്തിക ശാസ്ത്രം? അതിന്റെ പല ഘടകങ്ങളും ബഡ്ജറ്റ് ഒരു ഭാഗം GDP-യിലേക്ക് വരും. ചിലപ്പോൾ GDP-യിൽ അത് പ്രതിഫലിക്കുന്നതിന് കുറെ കാലം എടുക്കും. ആന്ധ്രയും തെലങ്കാനയും കൂടിയാൽ ഇന്ത്യയുടെ 9.2% സ്ഥലമുണ്ട്. അവരുടെ സ്ഥലത്തിന്റെ 1.04 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. കർണാടക 4.9% സ്ഥലമുണ്ട്, 1.65 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. തമിഴ്നാട് 3.9% സ്ഥലമുണ്ട്, 2.28 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. കേരളം 1.18% സ്ഥലമുണ്ട്, 3.22 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. വിശകലനങ്ങൾ എപ്പോഴും കമ്പാരിറ്റീവ് ആയിരിക്കും.